വെൽക്കം ടു I+ ഞാൻ അക്ഷര. കേരള നവോത്ഥാനം പഠിക്കുന്ന സമയത്തും നമുക്ക് നാടകത്രയം എന്ന് പറഞ്ഞാൽ അറിയാലോ, 3 എണ്ണം നാടകത്രയം അത് ആരാണ് രചിച്ചത് എന്നുള്ളത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കും. ആ ഒരു സമൂഹത്തിൽ നിലനിന്നിരുന്ന കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ സമുദായത്തിൽ, ബ്രാഹ്മണ സമുദായത്തിൽ നിലനിന്നിരുന്ന അക്കാലത്തെ അനാചാരങ്ങൾക്കെതിരെ പൊരുതിക്കൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഇത് നമ്മളെ കേട്ടിട്ടുണ്ട്, നമുക്ക് തിരിഞ്ഞു പോകാറില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് പറഞ്ഞുതരാം. MR ഭട്ടതിരിപ്പാട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറഞ്ഞ നാടകം ആരുടേതാണ്? MR ഭട്ടതിരിപ്പാടിൻ്റേതാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. VT ഭട്ടതിരിപ്പാടിൻ്റെ ഭാര്യ സഹോദരിയെയാണ് MR ഭട്ടതിരിപ്പാട് വിവാഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്കാലത്ത് വിധവ പുനർവിവാഹം എന്ന് പറയുന്നതൊക്കെ വളരെ വിപ്ലവകരമായ ഒരു കാര്യമായിരുന്നു. അതന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷൻ ആരൊക്കെ തമ്മിൽ വരുന്നുണ്ട്? VT ഭട്ടതിരിപ്പാടും MR ഭട്ടതിരിപ്പാടും തമ്മിൽ വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ വ്യക്തിയാണ് MP ഭട്ടതിരിപ്പാടും. MP ഭട്ടതിരിപ്പാട് എന്നുള്ള പേര്, അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള പേര് എന്താണ്? പ്രേംജി എന്നുള്ളതാണ്. നമ്മൾ സിനിമകളിലൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം MP ഭട്ടതിരിപ്പാട് ഈ പറഞ്ഞ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കിലാണെങ്കിലും മറക്കുടയ്ക്കുള്ള മഹാനരകത്തിലും ഒക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ പിറവി തുടങ്ങിയ പിറവി പോലെയൊക്കെയുള്ള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാടകമാണ് ഋതുമതി. അപ്പോൾ നോക്കിക്കേ, കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കും, MR ഭട്ടതിരിപ്പാട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, MP ഭട്ടതിരിപ്പാട് ഋതുമതി. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.